ഹലോ, എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്കത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ചക്ക ചെറുതായി മുറിച്ചെടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മളിതിലേക്ക് കുരുവൊന്നും ആഡ് ചെയ്യുന്നില്ല, വെറും ചുള മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് വെന്ത് വരട്ടെ. ചക്കയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മാറ്റി വെക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടുകാണ് ഇട്ട് പൊട്ടിക്കേണ്ടത്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളീൻ്റെ ആ മണമെല്ലാം വന്നതിന് ശേഷം നമ്മളിത് വേവിച്ച് വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു 3 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ടത്. എല്ലാം കൂടി നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചക്കയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയതും ഒരു 1/4 ടീസ്പൂണോളം ജീരകവും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം മൂടി വെച്ച് 2 പ്രാവശ്യം ഇളക്കി അടിച്ച് കൊടുത്താൽ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കത്തോരൻ റെഡിയാക്കാം. വെറുതെ കഴിക്കാനും കഞ്ഞിക്കല്ലെടുക്കാനും നല്ലൊരു തോരനാണ്. ഇതിലേക്ക് ചിരകിയ തേങ്ങയും 1/4 ടീസ്പൂണോളം ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.